ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സച്ചി ചൂടായിട്ട് സംസാരിക്കുകയാണ്. കാരണം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവളെ മാത്രം ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഒരു മനുഷ്യരാണോ? നിങ്ങൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? സുഖമില്ലാത്ത അവളെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ, അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു അവൾക്ക് എന്ന്. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതി പറയാണ്, സുഖമില്ലെങ്കിൽ പോയി ഡോക്ടറെ ചെന്ന് കാണും, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്ക്, അല്ലാതെ ഞങ്ങളെ മേക്കിട്ട് കയറാൻ വേണ്ടി വരികയല്ല ചെയ്യേണ്ടത്. നിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കലല്ല ഇവിടെയുള്ളവരുടെ പണി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നിൻ്റെ ഭാര്യയ്ക്കാണ് ഇങ്ങനെ ഒരു അസുഖം വന്നതെങ്കിൽ നീ ഇങ്ങനെ പറയുവാടാ സോഡാ കുപ്പി. അപ്പോൾ ചന്ദ്ര പറയാണ്, എടാ നിർത്ത്, നിൻ്റെ വിളയാട്ടം മതി. വിളയാടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റ് കണ്ടാൽ ചോദിക്കും സച്ചി, നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? പിന്നെ ശ്രുതിയോട് ചോദിക്കണം, നീയാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? അപ്പം നിങ്ങൾ രണ്ടുപേരുമല്ല ഭക്ഷണം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഭക്ഷണം വയ്യാതിരുന്നിട്ടും അവൾ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ നിങ്ങൾക്ക്? എന്നിട്ടും നിങ്ങൾക്കൊരു ഭക്ഷണം എടുത്തു കൊടുക്കണമെന്ന് അവൾക്ക് വേണ്ടി എടുത്തു കൊടുക്കണമെന്ന് തോന്നിയില്ലല്ലോ. നിങ്ങൾക്കൊന്നും മനസാക്ഷി എന്നൊന്ന് പറയുന്ന സാധനമില്ലേ? ഈ വീട്ടിലെ എല്ലാ ജോലിയും അവൾ ചെയ്യുന്നതല്ലേ. വയ്യാതായിട്ടും നിങ്ങൾക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കി തരണം. അങ്ങനെയുള്ള അവൾക്ക് നിങ്ങൾക്ക് ഭക്ഷണം എടുത്ത് കൊടുത്താൽ എന്താ? എല്ലാ ദിവസവും നിങ്ങൾക്കൊക്കെ ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ അവൾ? ഒരു ദിവസം നിങ്ങൾക്ക് അവൾക്ക് എടുത്തു കൊടുത്താൽ എന്താ? പിന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, നീയും ഒരു പെണ്ണല്ലേ, നിനക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് തന്നെയാണോ നിനക്കും? അവരുടെ അടുത്ത് ടേബിളിലുണ്ടായിരുന്ന വെള്ളവും ജഗ്ഗും എടുത്തിട്ട് മുകളിലേക്ക് പോയി. ചന്ദ്ര ശ്രുതിയോട് പറയാണ്, മോളിതൊന്നും കാര്യമാക്കണ്ട, മോള് കഴിക്ക്. അപ്പോൾ സച്ചി വെള്ളവും കൊണ്ട് മുകളിലേക്ക് പോയിട്ട് പറയാണ്, നീ ഇതെവിടത്തേക്കാണ് എണീച്ച് പോകുന്നത്? നീ അവിടെ ഇരിക്ക്, റെസ്റ്റ് എടുക്ക്. ഞാനേ താഴെ പോയി കഷായം ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ അതൊന്നും വേണ്ട, നീ പറയുന്നതനുസരിക്ക്. കഷായം കഴിച്ചാൽ നിൻ്റെ അസുഖമൊക്കെ മാറും. വന്ന് കിടക്ക്, റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോൾ വരാം. സച്ചി ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് അതിൻ്റെ അകത്ത് വെള്ളം വെച്ച് ചുക്കൊക്കെ നന്നായിട്ട് ചതച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ല ചുക്ക് കോഫി തയ്യാറാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ചന്ദ്രൻ നിർത്തിയിട്ടില്ല. ചന്ദ്രൻ വീണ്ടും പറയാണ്, കണ്ടല്ലോ ശ്രുതി, ഇതാണ് അവളുടെ ഗുണം. അവൾ അവൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്. പോരാത്തതിന് അവനെ പറഞ്ഞ് ഇളക്കി വിട്ടതും അവളാ. അവളോട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, ആ ദേഷ്യം അവനോട് പറഞ്ഞു തീർത്തു. അവൾക്കിപ്പോൾ അവൻ സപ്പോർട്ടുള്ളത് കൊണ്ട് എന്തും ആവാമെന്നാണ്. എന്നാലും ശബ്ദം താഴ്ത്തിയിട്ട് ശ്രുതി പറയാണ്, ഈടെയായിട്ട് സച്ചി കുറച്ച് ഓവറാ അമ്മേ. അത് 2 നാളുണ്ടാവും. വീണ്ടും എന്താ ഉണ്ടാകാമെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇതത്ര കണ്ടതാ ഞാൻ. പിന്നെ ശ്രുതിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പിന്നെ താല്പര്യമില്ല, ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. എങ്കിലും ചന്ദ്രയുടെ മരുമകൾ തന്നെയാണ്. കാര്യം രേവതി വയ്യാതെ ഇറങ്ങി പതുക്കെ വരികയാണ്. അപ്പോൾ അത് അവൾ കണ്ണുകൊണ്ട് ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പറയുകയും ചെയ്തു, ആൻറ്റി ദേ വരുന്നുണ്ട്. ഒരസുഖമില്ല അവൾക്ക്. വെറും അഭിനയം. നിങ്ങൾ കഴിക്കും മക്കളെ. രേവതി ചുമച്ചുകൊണ്ട് അടുക്കളയിലെത്തി. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? കഷായം ഞാനുണ്ടാക്കിക്കോളാം. വേണ്ട, ഞാനുണ്ടാക്കിത്തരാം. വയ്യാത്തപ്പോൾ നീ എന്തിനാ ഇങ്ങനെ താഴേക്ക് വന്നേ? അവൻ ചുക്ക് കാപ്പി തയ്യാറാക്കുന്നതിനെ നോക്കി നിൽക്കുകയാണ്. മനസ്സിന് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അവൻ തിരിഞ്ഞുകൊണ്ട് പറയാണ്, നീ പോയില്ലേ? ചുമക്കുന്നത് കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ പറയാണ്, നീ പോയില്ലേ? നീ അവിടെ തന്നെ നിൽക്കുകയാണോ? നീ പോയി റെസ്റ്റ് എടുത്തോ, മുകളിൽ പോട്. കഷായം ഞാനെടുത്ത് കൊണ്ടുവന്ന് തന്നോളാം. അങ്ങനെ കഷായം തയ്യാറാക്കിയിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, ഇതാ നല്ല കഷായം, ഇത് കുടിച്ചാൽ നിൻ്റെ ശരീരവേദനയും പനിയും മറ്റും ഒക്കെ എല്ലാം വിട്ടുപോകും. നല്ല കഷായം, ഇത് കുടിക്ക്. അവൻ തയ്യാറാക്കി കൊണ്ടുവന്നപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. അപ്പോൾ അവൻ പറയാണ്, കുടിക്ക്, ഇത് കുടിക്ക്, ഇത് മുഴുവൻ കുടിക്ക്, നിൻ്റെ എല്ലാ അസുഖങ്ങളും പോവും. അവൾക്കത് കഴിക്കുമ്പോൾ ഓക്കാനം വരികയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പം വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഓർക്കാനും വരുന്നു. എന്നാൽ പിന്നെ കഷായം പിന്നെ കഴിക്കാം, നീ ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ പോയി ഭക്ഷണം എടുത്ത് വന്നു തരാം. സച്ചിയുടെ ആ പരിചരണം അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു. സച്ചി താഴെ വന്നു, ടേബിളിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്തു, കസേരയൊക്കെ അങ്ങോട്ട് വലിച്ചു നീട്ടി അങ്ങോട്ടേക്ക് വെച്ച് വന്നില്ല. അതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തു, അതിൽ ചോറും കറികളും പപ്പടവും ഒക്കെ എടുത്ത് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര പിന്നിൽ നിന്ന് പറയാണ്, കഷ്ടം. ചോറുമായി വന്ന സച്ചിയെ തന്നെ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത് കഴിക്ക്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ കൈ കഴുകിയിട്ട് വരാം. വേണ്ട, നീ കൈ കഴുകാനൊന്നും പോകണ്ട, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ ഇവിടെ തന്നെ ഇരിക്ക്, ഞാൻ വാരിത്തരാം. അവൻ ചോറ് വാരി കൊടുക്കുമ്പോൾ അവൾക്ക് നല്ല സന്തോഷവും സങ്കടവും ആവുകയാണ്. അപ്പോൾ അവനെ തന്നെ നോക്കുകയും ചെയ്തില്ല. അന്നേരം അവൻ പറയാണ്, ഞാൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഇങ്ങനെ വാരി തന്ന് ഊട്ടിക്കുമായിരുന്നു. അവൾ പറയാണ്, മതി,
എന്നാൽ ഞാൻ താഴെ പോയി പ്ലേറ്റ് കഴുകി വെച്ചിട്ട് വരാം. ഇപ്പോൾ കുറച്ച് ക്ഷീണം മാറിയില്ലേ? കഷായോ ഇപ്പോൾ കഴിക്കുന്നോ അല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നോ? കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പം അതിൻ്റെ ചൂടാറും. എങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കി കൊണ്ടുവരാം. അത് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് അവൾ കയ്യിൽ കയറി പിടിച്ചു. അവൾ സങ്കടപ്പെട്ട് കയ്യിൽ പിടിച്ച കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, എന്താ എന്താ രേവതി? അപ്പോൾ അവൾ അവിടെ നിന്ന് എണീച്ച് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് കരയാണ്. പിന്നെ അവനും രണ്ട് കൈയും കൊണ്ട് അവളെയും കെട്ടിപ്പിടിച്ചു, നെറ്റിയിൽ ഉമ്മയൊക്കെ വെച്ചു. പിന്നെ കുറച്ച് സമയം അവരുടെ സന്തോഷ പ്രകടനമായിരുന്നു. പിന്നെ രാവിലെ ഉറക്കം ഞെട്ടിയപ്പോൾ സച്ചി നല്ല ഉറക്കമായിരുന്നു. രേവതി എണീറ്റ് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി എണീക്കാണ്. അപ്പോൾ അവളുടെ സാരി സച്ചിയുടെ കിടന്നതിൻ്റെ അടിഭാഗത്താണുള്ളത്. അപ്പോൾ അവളത് എടുത്തിട്ട് പോകാൻ വേണ്ടി വലിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അവൻ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് അവൻ്റെ മേക്ക് തന്നെ വീഴുകയും ചെയ്തു. രേവതി പിന്നെ സാരിത്തല ഒരു ഇതിൽ റിസ്ക് എടുത്ത് സാരിത്തല മെല്ലെ പതുക്കെ ഊരിയെടുത്തു. അതിനുശേഷം കുറച്ച് സമയം അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് സമയം നോക്കിയതിന് ശേഷം അവൾ കുളിക്കാനുള്ള ഡ്രസ്സ് സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് കുളിക്കാൻ പോയി കുളിച്ച് വരികയാണ്. അവൾക്ക് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ആസ്വദിച്ച് നോക്കുകയാണ്. പിന്നെ വീണ്ടും വീണ്ടും അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നോക്കിയതിന് ശേഷം അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മെല്ലെ കതക് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവൾ നല്ല സന്തോഷത്തിൽ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ സന്തോഷം കണ്ട് ചന്ദ്രയ്ക്ക് ദഹിക്കുന്നില്ല. ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, പേസ്റ്റിൻ്റെ പരസ്യം പോലെ ചിരിക്കുന്നുണ്ടല്ലോ, ഇവൾക്കല്ലേ തീരെ വയ്യ, അസുഖമാണ് എന്നൊക്കെ പറഞ്ഞത്. ചന്ദ്ര പിന്നെ ഒന്നും ആലോചിച്ചില്ല. തിരക്ക് പിടിച്ച് ധൃതിയിൽ ഓടി വന്നിട്ട് പറയാണ്, നിൽക്കടി അവിടെ. എന്താ അമ്മേ? എവിടെ പോകുന്നു നീ? വിളക്ക് വെക്കാൻ. നിൽക്കാനല്ലേ പറഞ്ഞത്, നീ എന്തായി കാണിക്കുന്നേ? ശുദ്ധമല്ലാത്ത സമയത്ത് വിളക്ക് വെക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നിൻ്റെ അമ്മ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ നിനക്ക്? എൻ്റെ അമ്മ എനിക്ക് എല്ലാം പറഞ്ഞു തന്ന് നല്ല രീതിയിൽ തന്നെയാണ് എന്നെ വളർത്തിയത്. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചത് കൊണ്ട് അമ്മ തെറ്റിദ്ധരിച്ചു അല്ലേ? അതൊന്നും ആയിട്ടില്ല. നിൽക്കടി അവിടെ, ഇറങ്ങടി, നിനക്കെന്താ ബുദ്ധിയില്ലേ? അമ്മേ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ വിളക്ക് വെക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം അമ്മേ. അമ്മ കരുതുന്ന പോലെ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? പിന്നെ എന്തിനാ രാവിലെ എണീറ്റ് കുളിച്ചത്? അവളെ ചിരി കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ദഹിക്കുന്നില്ല. അത് ഒന്നുമില്ല അമ്മേ. ഞാൻ ഇപ്പോഴാണ് എണീറ്റ് കുളിച്ചത്. എണീറ്റപ്പോൾ അല്പം ലൈറ്റായി. എന്തുകൊണ്ട്? അത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ശരി, നീ ഇങ്ങോട്ട് വാ, വിളക്കൊന്നും കത്തിക്കണ്ട. എന്താ അമ്മേ പ്രശ്നമോ? ഞാൻ വിളക്ക് കത്തിച്ചാൽ എന്താ പ്രശ്നമോ? എനിക്ക് തുടരുത് എന്ന് പറഞ്ഞു, ഇപ്പോൾ വിളക്ക് കത്തിക്കരുത് എന്നും. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാറുണ്ട്, പക്ഷേ ഇതെനിക്ക് അനുസരിക്കാൻ പറ്റില്ല. വിളക്ക് കത്തിക്കും. ഓഹോ, നീ അത്രക്കായോ? ഈ വീട്ടിൽ ആര് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ പറയുന്നത് പോലെ നടക്കണം, അനുസരിക്കണം. നിനക്ക് ഞാനിവിടെ ഒരു ജോലി തന്നിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്ക് പോ. അമ്മേ, അടുക്കളപ്പണി ഞാൻ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ വിളക്ക് വെക്കട്ടെ. പറഞ്ഞില്ലേ നീ വിളക്ക് വെക്കണ്ട. ഞാൻ ഈ വീട്ടിലെ മരുമകളാ, അന്യൊന്നുമല്ല. നീ ഈ വീട്ടിലെ മരുമകളല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. എനിക്കൊരു മരുമകളേ ഉള്ളൂ, അത് ശ്രുതിയാ. അവൾ വിളക്ക് വെക്കും, നീ വെക്കേണ്ട കാര്യമൊന്നുമില്ല. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്ന രേവതിയുടെ ആ മുഖത്തെ പ്രസരിപ്പൊക്കെ പോയി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.